എല്ലാവർക്കും നമസ്കാരം. ഓം ബ്രഹ്മത്തിൻ്റെ ഏപ്രിൽ 27 മുതലുള്ള ഒരാഴ്ചത്തെ പഞ്ചാംഗമാണ് പറയുന്നത്. ഏപ്രിൽ 27 കൊല്ലവർഷം 1200 മേടം 14, തിഥി കൃഷ്ണപക്ഷ അമാവാസിയാണ്. ഏപ്രിൽ 27 4:50 AM മുതൽ ഏപ്രിൽ 28 1:01 AM വരെ അമാവാസിയാണ്. നക്ഷത്രം അശ്വതിയാണ്. ഏപ്രിൽ 27 3:38 AM മുതൽ ഏപ്രിൽ 28 12:38 AM വരെ അശ്വതിയാണ്. ഞായറാഴ്ചയാണ്, അമാവാസിയാണ്. സൂര്യോദയം 6:11 AM സൂര്യാസ്തമയം 6:28 PM ചന്ദ്രോദയം ഏപ്രിൽ 27 5:24 AM ചന്ദ്രാസ്തമയം 6:08 PM ആണ്. അശുഭകരമായ സമയങ്ങൾ: രാഹുകാലം 4:56 PM മുതൽ 6:28 PM വരെയും, യമഘണ്ഡകാലം 12:19 PM മുതൽ 1:51 PM വരെയും, ഗുളികകാലം 3:23 PM മുതൽ 4:56 PM വരെയും ആണ്. ശുഭകരമായ സമയങ്ങൾ: അഭിജിത്ത് മുഹൂർത്തം 11:55 AM മുതൽ 12:44 PM വരെയും, അമൃതകാലം 6:19 PM മുതൽ 7:43 PM വരെയും, ബ്രഹ്മമുഹൂർത്തം 4:35 AM മുതൽ 5:23 AM വരെയും ആണ്. സൂര്യരാശിയും ചന്ദ്രരാശിയും മേടമാണ്. ഏപ്രിൽ 28 കൊല്ലവർഷം 1200 മേടം 15, തിഥി ശുക്ലപക്ഷ പ്രഥമയും ദ്വിതീയയുമാണ് വരുന്നത്. ഏപ്രിൽ 28 1:01 AM മുതൽ ഏപ്രിൽ 28 9:11 PM വരെ പ്രഥമയും, ശേഷം ഏപ്രിൽ 29 5:31 PM വരെ ദ്വിതീയയുമാണ്. നക്ഷത്രം ഭരണിയും കാർത്തികയുമാണ് വരുന്നത്. ഏപ്രിൽ 28 12:38 AM മുതൽ 9:37 PM വരെ ഭരണിയും, ശേഷം ഏപ്രിൽ 29 6:47 PM വരെ കാർത്തികയുമാണ് നക്ഷത്രം വരുന്നത്. തിങ്കളാഴ്ചയാണ്. സൂര്യോദയം 6:11 AM സൂര്യാസ്തമയം 6:28 PM ചന്ദ്രോദയം 6:16 AM ചന്ദ്രാസ്തമയം 7:10 PM വരുന്നത്. അശുഭകരമായ സമയങ്ങൾ: രാഹുകാലം 7:43 AM മുതൽ 9:15 AM വരെയും, യമഘണ്ഡകാലം 10:47 AM മുതൽ 12:19 PM വരെയും, ഗുളികകാലം 1:51 PM മുതൽ 3:23 PM വരെയുമാണ്. ശുഭകരമായ മുഹൂർത്തങ്ങൾ: അഭിജിത്ത് മുഹൂർത്തം 1:55 AM മുതൽ 12:44 PM വരെയും, അമൃതകാലം 5:24 PM മുതൽ 6:48 PM വരെയും, ബ്രഹ്മമുഹൂർത്തം 4:34 AM മുതൽ 5:22 AM വരെയുമാണ്. സൂര്യരാശിയും ചന്ദ്രരാശിയും മേടമാണ്. ഏപ്രിൽ 29 കൊല്ലവർഷം 1200 മേടം 16, തിഥി ശുക്ലപക്ഷ ദ്വിതീയയും തൃതീയയുമാണ് വരുന്നത്. ഏപ്രിൽ 28 9:11 PM മുതൽ ഏപ്രിൽ 29 5:31 PM വരെ ദ്വിതീയയും, ശേഷം ഏപ്രിൽ 30 2:12 PM വരെ ശുക്ലപക്ഷ തൃതീയയുമാണ് വരുന്നത്. നക്ഷത്രം കാർത്തികയും രോഹിണിയുമാണ് വരുന്നത്. ഏപ്രിൽ 28 9:37 PM മുതൽ ഏപ്രിൽ 29 6:47 PM വരെ കാർത്തികയും, ശേഷം ഏപ്രിൽ 30 4:18 PM വരെ രോഹിണിയുമാണ്. ചൊവ്വാഴ്ചയാണ്. പരശുരാമ ജയന്തി കൂടിയാണ്. സൂര്യോദയം 6:10 AM സൂര്യാസ്തമയം 6:28 PM ചന്ദ്രോദയം ഏപ്രിൽ 29 7:12 AM ചന്ദ്രാസ്തമയം 8:15 PM ആണ്. അശുഭകരമായ സമയങ്ങൾ: രാഹുകാലം 3:23 PM മുതൽ 4:56 PM വരെയും, യമഘണ്ഡകാലം 9:15 AM മുതൽ 10:47 AM വരെയും, ഗുളികകാലം 12:19 PM മുതൽ 1:51 PM വരെയുമാണ്. ശുഭകരമായ മുഹൂർത്തങ്ങൾ: അഭിജിത്ത് മുഹൂർത്തം 11:54 AM മുതൽ 12:44 PM വരെയും, അമൃതകാലം 4:39 PM മുതൽ 6:04 PM വരെയും, ബ്രഹ്മമുഹൂർത്തം 4:34 AM മുതൽ 5:22 AM വരെയുമാണ്. സൂര്യരാശി മേടവും ചന്ദ്രരാശി ഇടവവുമാണ് വരുന്നത്. ഏപ്രിൽ 30 കൊല്ലവർഷം 1200 മേടം 17, തിഥി ശുക്ലപക്ഷ തൃതീയയും ചതുർത്ഥിയുമാണ് വരുന്നത്.
ഏപ്രിൽ 29 5:31 PM മുതൽ ഏപ്രിൽ 30 2:12 PM വരെ തൃതീയയും. ശേഷം മെയ് 1 11:23 AM വരെ ചതുർത്ഥിയുമാണ് വരുന്നത്. നക്ഷത്രം രോഹിണിയും മകയിരവുമാണ്. ഏപ്രിൽ 29 6:47 PM മുതൽ ഏപ്രിൽ 30 4:18 PM വരെ രോഹിണിയും. ശേഷം മെയ് 1 2:20 PM വരെ മകയിരവും ആണ് നാളുകൾ വരുന്നത്. ബുധനാഴ്ചയാണ്. അക്ഷയ തൃതീയ വരുന്ന ദിവസമാണ്. സൂര്യോദയം 6:10 AM സൂര്യാസ്തമയം 6:28 PM വരുന്നത്. ചന്ദ്രോദയം 8:13 AM ചന്ദ്ര അസ്തമയം 9:22 PM വരുന്നത്. അശുഭകരമായ സമയങ്ങൾ: രാഹുകാലം 12:19 PM മുതൽ 1:51 PM വരെയും, യമകണ്ഠകാലം 7:42 AM മുതൽ 9:14 AM വരെയും, ഗുളികകാലം 10:47 AM മുതൽ 12:19 PM വരെയുമാണ്. ശുഭകരമായ മുഹൂർത്തങ്ങൾ: അഭിജിത്ത് മുഹൂർത്തമില്ല. അമൃതകാലം 1:25 PM മുതൽ 2:51 PM വരെയും, ബ്രഹ്മമുഹൂർത്തം 4:34 AM മുതൽ 5:22 AM വരെയുമാണ്. സൂര്യരാശി മേടവും ചന്ദ്രരാശി ഇടവവും ആണ് വരുന്നത്. മെയ് 1 കൊല്ലവർഷം 1200 മേടം 18. തിഥി ശുക്ലപക്ഷ ചതുർത്ഥിയും പഞ്ചമിയുമാണ് വരുന്നത്. ഏപ്രിൽ 30 2:12 PM മുതൽ മെയ് 1 1:23 AM വരെ ചതുർത്ഥിയും. ശേഷം മെയ് 2 9:14 AM വരെ പഞ്ചമിയുമാണ് വരുന്നത്. നക്ഷത്രം മകയിരവും തിരുവാതിരയുമാണ് വരുന്നത്. ഏപ്രിൽ 30 4:18 PM മുതൽ മെയ് 1 2:20 PM വരെ മകയിരവും. ശേഷം മെയ് 2 1:04 PM വരെ തിരുവാതിരയുമാണ് നാളുകൾ വരുന്നത്. വ്യാഴാഴ്ചയാണ്. സൂര്യോദയം 6:10 AM സൂര്യാസ്തമയം 6:28 PM ചന്ദ്രോദയം മെയ് 1 9:16 AM ചന്ദ്രാസ്തമയം 10:26 PM. അശുഭകരമായ സമയങ്ങൾ: രാഹുകാലം 1:51 PM മുതൽ 3:23 PM വരെയും, യമകണ്ഠകാലം 6:10 AM മുതൽ 7:42 AM വരെയും, ഗുളികകാലം 9:14 AM മുതൽ 10:47 AM വരെയുമാണ്. ശുഭകരമായ സമയങ്ങൾ: അഭിജിത്ത് മുഹൂർത്തം 11:54 AM മുതൽ 12:43 PM വരെയും, അമൃതകാലം 2 എണ്ണമുണ്ട്. 3:34 AM മുതൽ 5:05 AM വരെയും, 6:25 AM മുതൽ 7:53 AM വരെയും അമൃതകാലമാണ്. ബ്രഹ്മമുഹൂർത്തം 4:33 AM മുതൽ 5:23 AM വരെയാണ്. സൂര്യരാശി മേടവും ചന്ദ്രരാശി മിഥുനവുമാണ് വരുന്നത്. മെയ് 2 കൊല്ലവർഷം 1200 മേടം 19. തിഥി ശുക്ലപക്ഷ പഞ്ചമിയും ഷഷ്ഠിയുമാണ് വരുന്നത്. മെയ് 1 1:23 AM മുതൽ മെയ് 2 9:14 AM വരെ പഞ്ചമിയും. ശേഷം മെയ് 3 7:52 AM വരെ ഷഷ്ഠിയുമാണ് വരുന്നത്. നക്ഷത്രം തിരുവാതിരയും പുണർദവുമാണ് വരുന്നത്. മെയ് 1 2:20 PM മുതൽ മെയ് 2 1:04 PM വരെ തിരുവാതിരയും. ശേഷം മെയ് 3 12:34 PM വരെ പുണർദവും ആണ് നാളുകൾ വരുന്നത്. വെള്ളിയാഴ്ചയാണ്. ഷഷ്ഠിയാണ്. സൂര്യോദയം 6:09 AM സൂര്യാസ്തമയം 6:28 PM. ചന്ദ്രോദയം മെയ് 2 10:20 AM ചന്ദ്ര അസ്തമയം 11:25 PM വരുന്നത്. അശുഭകരമായ സമയങ്ങൾ: രാഹുകാലം 10:46 AM മുതൽ 12:19 PM വരെയും, യമകണ്ഠകാലം 3:23 PM മുതൽ 4:56 PM വരെയുമാണ്. ഗുളികകാലം 7:42 AM മുതൽ 9:14 AM വരെയാണ്. ശുഭകരമായ സമയങ്ങൾ: അഭിജിത്ത് മുഹൂർത്തം 11:54 AM മുതൽ 12:43 PM വരെയും, അമൃതകാലം ഇല്ല. ബ്രഹ്മമുഹൂർത്തം 4:33 AM മുതൽ 5:21 AM വരെയുമാണ്. സൂര്യരാശി മേടവും ചന്ദ്രരാശി മിഥുനവുമാണ് വരുന്നത്.
മെയ് 3 കൊല്ലവർഷം 1200 മേടം 20. തിഥി ശുക്ലപക്ഷ ഷഷ്ടിയും സപ്തമിയുമാണ് വരുന്നത്. മെയ് 2 9:15 AM മുതൽ മെയ് 3 7:52 AM വരെ ഷഷ്ടിയും ശേഷം മെയ് 4 7:19 AM വരെ സപ്തമിയുമാണ് വരുന്നത്. നക്ഷത്രം പുണർദവും പൂയവുമാണ് വരുന്നത്. മെയ് 2 1:04 PM മുതൽ മെയ് 3 12:34 PM വരെ പുണർദവും ശേഷം മെയ് 4 12:53 PM വരെ പൂയവുമാണ് വരുന്നത്. ശനിയാഴ്ചയാണ്. സൂര്യോദയം 6:09 PM-നും സൂര്യാസ്തമയം 6:28 PM-നുമാണ് വരുന്നത്. ചന്ദ്രോദയം മെയ് 3 11:20 AM-നും ചന്ദ്രാസ്തമയം മെയ് 4 12:18 AM-നുമാണ് വരുന്നത്. അശുഭകരമായ സമയങ്ങൾ: രാഹുകാലം 9:14 AM മുതൽ 10:46 AM വരെയും യമകണ്ഠ കാലം 1:51 PM മുതൽ 3:23 PM വരെയും ഗുളികകാലം 6:09 AM മുതൽ 7:41 AM വരെയുമാണ്. ശുഭകരമായ മുഹൂർത്തങ്ങൾ: അഭിജിത്ത് മുഹൂർത്തം 11:54 AM മുതൽ 12:43 PM വരെയും അമൃതകാലം 10:12 AM മുതൽ 11:46 AM വരെയും ബ്രഹ്മമുഹൂർത്തം 4:33 AM മുതൽ 5:21 AM വരെയുമാണ്. സൂര്യരാശി മേടവും ചന്ദ്രരാശി 6:37 AM വരെ മിഥുനവും ശേഷം കർക്കിടകവുമാണ് വരുന്നത്. ഏപ്രിൽ 27 മുതൽ മെയ് 3 വരെയുള്ള ഒരാഴ്ചത്തെ പഞ്ചാംഗമാണ് പറഞ്ഞത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.